യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെ വൈറലാക്കുമെന്നാണ്. അത് വൈറലായില്ല എങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളാനും ഞാൻ തംബ്ലൈനിൽ പറയുന്നുണ്ട്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഷോർട്സിൽ എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതെന്നും ടൈറ്റിൽ കൊടുക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മളൊരു ഷോർട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ടോപ്പിക് ഇട്ടാലാണ് വൈറലാകുന്നതും എന്നുള്ളതാണ്. അതർവൈസ് വൈറലായില്ല എങ്കിൽ നമ്മുടെ ചാനലിന് എന്താണ് പ്രോബ്ലം എന്നുകൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. നമ്മൾ ബിഗിനറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായിട്ട് ഷോർട്സ് ഇടുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു ടിപ്പ് ചെയ്താൽ നിങ്ങളുടെ ഷോർട്സ് വൈറലാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ളൊരു സോങ് ആണ്. ഡെയിലി ഇതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. നിങ്ങളെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂട്യൂബിൻ്റെ അവിടെ പോയി സെർച്ച് ചെയ്യുക. ഇതല്ലാതെ വേറൊരു സോങ് നിങ്ങൾ പോയി സെലക്ട് ചെയ്യുക. ആ സോങ് പ്ലേ ആയി അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സോങ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. മൂന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന സോങ് എന്ന് പറയുമ്പോൾ ഈ സോങ് ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ എത്ര പേരാണെന്നറിയാമോ ഡെയിലി ഇതുപോലെ വൈറലായിരിക്കുന്ന സോങ്സ് കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോനെ പറ്റി പറയാൻ കാരണം, ഞാനിപ്പോൾ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് 12,68,00,000 എന്തോ ആയിരുന്നു. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന ടൈമിൽ ചിലപ്പോൾ അതായിരിക്കണമെന്നില്ല. കാരണം ഡെയിലി ഇതിൻ്റെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് വീഡിയോ വൈറലാക്കുന്നത് അല്ലെങ്കിൽ ഷോർട്സ് വൈറലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള, അതായത് നല്ല വൈറലായിട്ട് നിൽക്കുന്ന സോങ്സോ അല്ലെങ്കിൽ വീഡിയോസോ എന്താണെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. ആ വൈറലായിരിക്കുന്ന സോങ്സ് അല്ലെങ്കിൽ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ടൈറ്റിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഷോർട്സിന് നേരെ ടൈറ്റിലിൻ്റെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനും അങ്ങനെ തന്നെ ചെയ്യുക. ഇനി കോപ്പി പേസ്റ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതനുസരിച്ചൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഇനി ഹാഷ്ടാഗ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒട്ടും വ്യൂസ് ഇല്ലാത്തവരോട് പറയുവാണ്, അതായത് ഒരു 100, 150, 50, 100 താഴെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരോട് പറയുവാണ്, നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്ന രീതിയിൽ ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ടൈറ്റിലായാലും ഡിസ്ക്രിപ്ഷനൊക്കെ ആയാലും അതുപോലെ സെയിം ആക്കി അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചു. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ ക്രോമിലേക്ക് പോവുക. നമ്മൾ വൈറലായിരിക്കുന്ന ഷോർട്സിൻ്റെയോ അല്ലെങ്കിൽ വൈറലായിരിക്കുന്ന വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ വീഡിയോയുടെ ആയാലും ഷോർട്സിൻ്റെ ആയാലും ടൈറ്റിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ക്രോമിൽ പോയിട്ട് ഇതുപോലെ യൂട്യൂബ് എടുത്തിട്ട് സെർച്ച് ചെയ്യുക. സെയിം കീവേഡ്സ് തന്നെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇതുപോലെ വൈറലായിരിക്കുന്ന ഷോർട്സോ വൈറലായിരിക്കുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏത് ദിവസമാണ് അത് ഫിൽറ്റർ ചെയ്തിട്ട് ടുഡേ എന്നാണെങ്കിൽ ടുഡേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, വീക്ക് ആണെങ്കിൽ വീക്ക് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇന്നാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ ആദ്യം മുമ്പിൽ വന്ന് കിടക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു 20 പ്രാവശ്യം സെർച്ച് ചെയ്ത് നിങ്ങളുടെ വീഡിയോ എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ സെയിം ഫോണിൽ എടുത്താൽ, ഇപ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, അനിയത്തി വേറെ ആരുടെ ഫോണിൽ സെർച്ച് ചെയ്താലും അത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതൊരു 20 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് റിട്ടൻഷനൊക്കെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് അനലൈസ് ചെയ്യുകയും നമുക്ക് വ്യൂസ് കയറി തുടങ്ങുകയും ചെയ്യും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ YT സ്റ്റുഡിയോയിൽ പോവാം. YT സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അനലറ്റിക്സിൽ ഓവർ വ്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അവിടെ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഏറിയും കുറഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കും. റിയൽ ടൈമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്ട് ഫീഡ് ആണോ വീഡിയോ ആണോ ലൈവ് ആണോ കൂടുതലും കയറി നിൽക്കുന്നതെന്ന് കൂടി നോക്കുക. നമ്മളിങ്ങനെ ക്രോമിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഞാനൊരു 20 എന്ന് പറഞ്ഞത് നമ്മുടെ ഫോണിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഒക്കെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഷോർട്സിൻ്റെ കാര്യമാണെങ്കിൽ ഷോർട്സ് ഫീഡിലേക്ക് കയറി പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ്റെ അവിടെ ആയാലും 100% മുകളിൽ വന്ന് നിൽക്കും. അത് ആ ഒരു ലെവലിൽ തന്നെ പോവുകയാണെങ്കിൽ ഷോർട്ട് ഫീഡിൽ നമ്മുടെ ഷോർട്സ് വൈറലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക.
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. പണി തുടങ്ങിക്കോ.